സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 2-ാം സ്കന്ധം 10-ാമത്തെ അധ്യായം, ഭാഗവതത്തിൻ്റെ 10 ലക്ഷണം. അത ദശമോധ്യായഃ. ശ്രീശുക ഉവാച അത്ര സർഗോ വിസർഗശ്ചാസ്ഥാനം ഭൂഷണമോദയ മന്വന്തരീശാനുഗത നിരോധോ മുക്തിരാശ്രയ. ശ്രീ ശുഗർ പറഞ്ഞു, ഈ ഭാഗവത മഹാപുരാണത്തിൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരങ്ങൾ, ഈശ്വരാവതാര കഥകൾ, നിരോധം, മുക്തി, ആശ്രയം എന്നിങ്ങനെ 10 ലക്ഷണങ്ങൾ ഉണ്ട്. 10 തികഞ്ഞതുകൊണ്ട് ഇതിനെ മഹാപുരാണം എന്ന് വിളിക്കാമെന്ന് സാരം. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാന ശ്രുതേനാർത്ഥേന ജാഞ്ജസ. ഇതിൽ 10-ാമത്തേതായ ആശയത്തിൻ്റെ തത്വം സ്പഷ്ടമാക്കാൻ വേണ്ടി മഹാത്മാക്കൾ ആദ്യത്തെ സർഗാദികളായ 9 സംഗതികളുടെ ലക്ഷണത്തെ വേദത്തിൽ പ്രതിപാദിച്ച സ്വരൂപത്താലും അതിൻ്റെ താല്പര്യത്താലും മതിയായ വിധത്തിൽ വർണ്ണിക്കുന്നു. അതായത് 10-ാമത്തെ തത്വമായ ആശയം സകലത്തിനും അധിഷ്ഠാനമായ ബ്രഹ്മത്തെയാണ് കുറിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ 9 എണ്ണത്തെയും ശ്രുതി ആധാരമാക്കിയിട്ട് താല്പര്യത്തോട് വിവരിക്കുന്നത് എന്ന് സാരം. ഭാഗവതം കേൾക്കുന്നവർ 7 ദിവസം കൊണ്ട് ബ്രഹ്മനിർവാണം പ്രാപിക്കണം. ആ ദശയിൽ എത്തുകയാണ് ആശയം. ഭൂതമാത്രേന്തിയതിയാം ജന്മസർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷസ്മൃത. ഇനി മുതൽ 7 ശ്ലോകം കൊണ്ട് സർഗാദികളായ 10ൻ്റെയും ലക്ഷണം പറയാണ്. ആകാശാദികളായ ഭൂതങ്ങൾ, ശബ്ദാദികളായ തന്മാത്രകൾ, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ, മനസ്സ് മുതലായ അന്ധക്കരണങ്ങൾ ഇവയെല്ലാം ഗുണങ്ങളുടെ ശോഭം കൊണ്ട് പരമാത്മാവിൽ നിന്നുണ്ടായി എന്ന് കാണിക്കുന്നതാണ് സർഗം. വൈരാജൻ എന്ന പുരുഷനാൽ, അതായത് ബ്രഹ്മാവിനാൽ ചെയ്യപ്പെടുന്ന ചരാചര സൃഷ്ടിക്ക് വിസർഗം എന്നു പേര്. മൂലപ്രകൃതി, പഞ്ചമഹാഭൂതങ്ങൾ, ഇന്ദ്രിയം, അഹങ്കാരതത്വം, മഹത്തത്വം മുതലായവ പരമാത്മാവിൽ നിന്ന് ഉണ്ടായതിനെ കുറിച്ച് പറയുന്നതിനെ സർഗം എന്നും, വിരാട് പുരുഷന്റെ സംബന്ധം കൊണ്ട് ബ്രഹ്മാവ് ജീവസൃഷ്ടി നടത്തുന്നതിന് വിസർഗം എന്നും പറയുന്നു. പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടായ വിരാട്ടിൻ്റെ പ്രകൃതി അഥവാ പരാപ്രകൃതിയാണ് വിസർഗം. സ്ഥിതിർവൈകുണ്ഠ വിജയ പോഷണം തദനുഗ്രഹ മന്വന്തരാണി സദ്ധർമ്മ ഉദയ കർമ്മവാസന. വൈകുണ്ഠ ഭഗവാന്റെ അവതാരാദികൾക്ക് സ്ഥാനമെന്നും ആ ഭഗവാൻ ചെയ്യുന്ന അനുഗ്രഹത്തിന് പോഷണം എന്നും, ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച മനു മുതലായവർ അനുഷ്ഠിച്ച ധർമ്മങ്ങൾക്ക് മന്വന്തരം എന്നും, കർമ്മവാസനകൾക്ക് ഊതി എന്നും പറയുന്നു. കർമ്മം കൊണ്ടാണല്ലോ പ്രപഞ്ചത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അതിനാൽ ഊതി എന്ന് പേരുണ്ടായി. സ്ഥാനം ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെല്ലാം അവയുടെ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇക്കാര്യത്തിൽ വിഷ്ണു ഭഗവാന്റെ ഉത്കർഷത്തെ കാണിക്കുന്നതാണ് സ്ഥാനം. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കാതെ ജീവൻ ബ്രഹ്മരൂപമായിട്ട് തീരുന്നു. അജ്ഞാനം ഉണ്ടായിരിക്കുമ്പോൾ ഒരു സ്ഥാനം സ്വീകരിച്ചിട്ടാണ് ബ്രഹ്മരൂപമായി തീരുക. ഇനി പോഷണം. കർമാനുസൃതമായ ഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ എങ്കിൽ സകല ജീവികളും 84 ലക്ഷം ജന്മങ്ങൾ സ്വീകരിച്ച് അലയേണ്ടി വരും. ഇതാരും ഇഷ്ടപ്പെടുകയില്ല. അതിൽ നിന്ന് മോചനം ലഭിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. ഈ അനുഗ്രഹമാണ് പോഷണം. ഇനി ഊതി. ഊതി എന്നാൽ കർമ്മവാസന. കർമ്മവാസന ഇല്ലാതാക്കുക അത്ര എളുപ്പമല്ല. അതിനാൽ കർമ്മവാസനയെ സാവധാനത്തിൽ വശത്താക്കണമെന്ന് ഊതിയിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഇനി മന്വന്തരം. ഭഗവത് അനുഗ്രഹം കൊണ്ട് മനു മുതലായ മന്വന്തരത്തിൽ അധിപതികൾ പ്രവർത്തിക്കുന്നു. അവരുടെ ധർമ്മത്തെ മന്വന്തരം എന്ന് പറയുന്നു. അവതാരാനുചരിതം ഹരേശാസ്യാനുവർത്തിനം സദാമീശ കഥാ പ്രോക്ത നാനാഖ്യാനോപബൃംഹിതാഃ. വിഷ്ണുവിൻ്റെ അവതാര ചരിത്രവും അനേകം വിഷ്ണുഭക്തന്മാരുടെ കഥകളും ഈശാനുചരിതം അഥവാ ഈശാനുകഥ എന്ന് പറയുന്നു. ഇവിടെ ഈശാനുകഥ പറയുമ്പോൾ ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരുടെയും കഥയാണ് ഈശാനുകഥ എന്ന് സാരം.
നിരോധോസ്യാനുശയനം ആത്മനഃസഹ ശക്തിവി മുക്തിർഹിത്വാന്യതാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. ഈ ആത്മാവ് ശക്തികളോടുകൂടി ഭഗവാനിൽ ലയിക്കുന്നതിനെ നിരോധം എന്നും, ആത്മാവ് അവിദ്യ കൊണ്ട് ശരീരാദികളെ ആത്മാവാണ് എന്നുള്ള ഭ്രമം വിട്ടിട്ട് ബ്രഹ്മസ്വരൂപമായിരിക്കുന്നതിന് മുക്തി എന്നും പറയുന്നു. ഒന്നും കൂടി വിവരിച്ച് പറയുകയാണെങ്കിൽ, നിരോധലീല ജീവരൂപിയ പ്രകൃതിയെ അതിൻ്റെ ശക്തികളോടുകൂടി ഭഗവാൻ തന്നിൽ തന്നെ ലയിപ്പിക്കുന്നതാണ് നിരോധലീല. അതായത് ഭഗവാൻ മായാസ്വരൂപിയായ സഗുണരൂപം എടുത്തിട്ട് സ്വശക്തി കൊണ്ട് ജീവൻ്റെ പ്രകൃതിയെ നിരോധിച്ച് തന്നിൽ ലയിപ്പിക്കുന്നതാണ് നിരോധം. മുക്തിലീല പറയുമ്പോൾ അജ്ഞാനത്തിൽ നിന്ന് ജനിച്ച അനാത്മഭാവത്തെ ഉപേക്ഷിച്ച് ആത്മാവ് സ്വന്തം രൂപത്തിൽ ചേരുന്നതാണ് മുക്തി. ആത്മാവ് യഥാർത്ഥത്തിൽ നിജസ്വരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും അവിദ്യ കൊണ്ട് അതറിയുന്നില്ല. ഈ അവിദ്യ മാറിയിട്ട് ആത്മാവ് ബ്രഹ്മത്തിൽ ലയിക്കുന്നത് മുക്തി. ആപാതശ്ച നിരോധശ്ച യതശ്ച ദിവസീയതേ ആശയ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദതേ. ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിയും പ്രളയവും ആരെ ആശ്രയിച്ച് നടക്കുന്നുവോ, ഈ ലോകത്തെ ആര് ഈ കാണുന്ന പോലെ പ്രകാശിപ്പിക്കുന്നുവോ, ആരിൽ ലയിക്കുമ്പോൾ ഈ കാണുന്ന ലോകം കാണപ്പെടാതെയാകുമോ, ആ വസ്തു ഈ ലോകത്തിൻ്റെ ആശ്രയമാകുന്നു. ഇതിനെ പരമാത്മാവ് എന്ന് പറയുന്നു. ഒന്നുകൂടി വിവരിച്ച് പറയുമ്പോൾ, ആശ്രയം പറയുമ്പോൾ സർവത്തിനും ഉൽപ്പത്തി സ്ഥാനവും ലയസ്ഥാനവുമായിരിക്കുന്നത് പരമാത്മാവാണ്. അതായത് ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവ്വതും ഉണ്ടാകുന്നതിനും നിലനിൽക്കുന്നതിനും ലയിക്കുന്നതിനും ആധാരമായത് ഏതാണോ ആ പരബ്രഹ്മത്തെ ആശയം എന്ന് പറയുന്നു. യോധ്യാത്മികോയം പുരുഷ സോസാവേവാദിദൈവിക യസ്തത്രോഭയവിച്ഛേദ പുരുഷോ ഹ്യാദിഭൗതിക. നേത്രാദികളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടു കേട്ടു എന്നിങ്ങനെ അഭിമാനിക്കുന്ന ജീവന് അധ്യാത്മ എന്നു പേര്. നേത്രാദികളായ ഇന്ദ്രിയങ്ങളിൽ പ്രകാശരൂപേണ വസിക്കുന്ന സൂര്യാദികൾക്ക് അതിദൈവം എന്നു പേര്. ഇത് രണ്ടും ഏത് ശരീരത്തിൽ ഇരിക്കുന്നുവോ ആ പുരുഷന് അതിഭൂതം എന്ന് പറയുന്നു. ശരീരത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന പുരുഷനെയാണ് ആധ്യാത്മികൻ എന്ന് പറയുന്നത്. ആ പുരുഷൻ തന്നെ സകല ദേവന്മാർക്കും അധിഷ്ഠാനവുമായിരിക്കുന്നു. ആദിദൈവികൻ എന്ന് വിളിക്കുന്നു. പ്രകൃതി ശക്തികളോടുകൂടി ദേഹരൂപനായിരിക്കുന്ന പുരുഷനെ ആദിഭൗതികൻ എന്നും പറയുന്നു. ഈ വ്യവഹാരത്തിന് ആശയമായിരിക്കുന്ന ഏകതത്വത്തെയാണ് ആശയ ശബ്ദത്തിൽ കാണിച്ചിരിക്കുന്നത്. ഏകമേകതരാഭാവേ യഥാനോ ബലവാമഹേ ഹൃദയം തത്രയോ വേദ സ ആത്മാ സാക്ഷയാശ്രയ. ഇതിൽ ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റൊന്നിനെ നാം അറിയുകയില്ല. അതിനാൽ ഏതൊരുവൻ ഈ മൂന്നിനെയും അറിയുന്നുവോ, മൂന്നിനും സാക്ഷിയായിരിക്കുന്നുവോ, അവനാണ് പരമാത്മാവ്. ഈ പരമാത്മാവ് അന്യങ്ങളെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. തനിക്ക് താൻ തന്നെ ആശ്രയഭൂതനായിട്ടിരിക്കുന്നു. മറ്റുള്ളവർക്കും അവൻ തന്നെയാണ് ആശ്രയഭൂതൻ. അവനെ കൂടാതെ മറ്റൊന്നും പ്രകാശിക്കുകയില്ല. അധ്യാത്മം, അതിദൈവം, അതിഭൂതം ഇവ മൂന്നും ഒന്നിനോടൊന്ന് സംബന്ധിച്ചാലേ വിളങ്ങുകയുള്ളൂ. ഈ മൂന്നിനെയും പ്രകാശിപ്പിച്ചും അന്യാശ്രയം കൂടാതെയും സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആത്മസ്വരൂപം എന്ന് അർത്ഥം. പുരുഷോണ്ടം വിനിർഭിദ്യ യഥാസോസ വിനിർഗത ആത്മനോയനമന്യൻ അപോസ്രാക്ഷീഷു വിസൃജി. പുരുഷോണ്ടം വിനിർഭിദ്യ യഥാസോസ വിനിർഗത ആത്മനോയനമന്യൻ അപോസ്രാക്ഷീഷു. ഈ വിരാട് പുരുഷൻ താനിരുന്ന അണ്ടം പിളർന്നിട്ട് എപ്പോൾ പുറത്തേക്ക് വന്നുവോ അപ്പോൾ ശുദ്ധനായ അവൻ തനിക്കിരിക്കാനുള്ള സ്ഥാനമായിട്ട് അതിശുദ്ധമായ ജലത്തെ സൃഷ്ടിച്ചു. താസുവാൽസീ സൃഷ്ടാസു സഹസ്ര പരിവത്സരാൻ തേന നാരായണോ നാമ യഥാ പുരുഷോത്ഭവ. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ജലത്തിൽ ആ പുരുഷൻ 1000 സംവത്സരം വസിച്ചു. അതിനാൽ നാരായണൻ എന്ന് പേരുണ്ടായി. എന്തുകൊണ്ടെന്നാൽ ജലം പുരുഷൻ എന്ന നരനിൽ നിന്നുണ്ടായി. അതുകൊണ്ട് നാരം എന്ന് ജലത്തിന് പേര് കിട്ടി. ആ നാരത്തിൽ ശയിച്ച പുരുഷന് നാരായണൻ എന്നും പേരുണ്ടായി. ദ്രവ്യം കർമ്മജകാലശ്ച സ്വഭാവോ ജീവയേവജ യദനുഗ്രഹത സന്ധി ന സന്ധി യദുപേക്ഷയ. മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള ഭൂതസമൂഹങ്ങൾ ഉൾപ്പെട്ട ദ്രവ്യങ്ങൾ, ജീവന്മാരുടെ അദൃഷ്ടമായ കർമ്മങ്ങൾ, കാലം, പരിണാമത്തിൻ്റെ കാരണമായ സ്വഭാവം, സുഖദുഃഖങ്ങളുടെ ഭോക്താവായ ജീവൻ മുതലായവയെല്ലാം ഏതൊരുവൻ്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നു, ഏതൊരുവൻ്റെ ഉപേക്ഷ നിമിത്തം ഇല്ലാതാകുന്നു. അതെല്ലാം
ആ നാരായണമൂർത്തിയുടെ വൈഭവം തന്നെ. ഏകോനാന്വാതമന്യച്ഛൻ യോഗതൽപാസമുത്തിത വീരം ഹിരൺമയോ ദേവോ മായയാ വിസൃജത്രിത. ഏകനായ ദേവൻ പലവിധമായിട്ട് പലതായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവനായിട്ട് യോഗനിലയിൽ നിന്നും എഴുന്നേറ്റു. അതിപ്രകാശരൂപനായ ദേവൻ തൻ്റെ വീര്യത്തെ, അതായത് ഗർഭരൂപമായ ശരീരത്തെ മൂന്നായിട്ട് വിഭജിച്ചു. അതിദൈവം അതാധ്യാത്മം അതിഭൂതം വിധി പ്രഭു യഥൈകം പൗരുഷം വീര്യം ത്രിധാ വിദ്യതയശൃണു. യഥൈകം പൗരുഷം വീര്യം ത്രിധാ വിദ്യതശൃണു. പ്രഭുവായ ഈശ്വരൻ അതിദൈവം അധ്യാത്മം അതിഭൂതം എന്ന് മൂന്നായിട്ട് പിരിഞ്ഞ ശേഷം പൗരുഷം എന്ന വീര്യത്തെ മൂന്നായിട്ട് പിരിച്ചു. ഇവിടെ 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി നോക്കുക, നേരെ മനസ്സിലാവും. അന്തഃശരീര ആകാശ പുരുഷസ്യ വിജേഷ്ടത ഓജസ്സഹോ ബലം ജജ്ഞി തത പ്രാണോ മഹാനസോ. ആ പുരുഷൻ്റെ ശരീര അന്തർഭാഗത്തു നിന്നുള്ള ആകാശത്തിൽ നിന്ന് ഓജസ് എന്ന് പറയപ്പെടുന്ന ഇന്ദ്രിയശക്തിയും സഹം എന്ന് പറയപ്പെടുന്ന മനഃശക്തിയും ബലം എന്ന് പറയപ്പെടുന്ന ശരീരശക്തിയും ഉണ്ടായി. അനന്തരം ആ സൂക്ഷ്മരൂപത്തിൽ നിന്നും മഹാനും ചൈതന്യവത്വമായ പ്രാണനും ഉണ്ടായി. പ്രാണൻ മുഖ്യമാകുന്നു. വിരാട് പുരുഷൻ്റെ ശരീരാന്തർഭാഗത്തുള്ള ആകാശത്തിൽ നിന്നാണ് നാം ഓജസ് എന്ന് പറയുന്ന ഇന്ദ്രിയശക്തിയും സഹനശക്തിയും ദേഹശക്തിയായ ബലവും ഉണ്ടായത്. വിരാട് പുരുഷൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നാണ് പ്രാണൻ ഉണ്ടായത്. പ്രാണന് അസു അല്ലെങ്കിൽ ജീവൻ എന്നും പേരുണ്ട്. അനുപ്രാണന്തിയം പ്രാണ പ്രാണന്തം സർവജന്തുഷു അപാനന്ദം അപാനന്തി നരദേവമിവാനുഗാഹ. സർവപ്രാണികളിലുമുള്ള ഇന്ദ്രിയങ്ങൾ ആ പ്രാണികളിലും ചേഷ്ടിക്കുന്ന പ്രാണനെ അനുസരിച്ച് ഭൃത്യന്മാർ രാജാവിനെ അനുസരിക്കുന്നത് പോലെ ചേഷ്ടിക്കുന്നു. പ്രാണൻ ചേഷ്ടിക്കുന്നില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് മുഖ്യമായത് പ്രാണനാണ് എന്ന് സാരം. പ്രാണേന ക്ഷിപദാശുത്രുഡന്തരാജായതേ പ്രഭോ വിഭാസതോ ജഷദശ്ച പ്രാഗ്മുഖം നിരഭിദ്യത. ശരീരമധ്യത്തിൽ പ്രാണൻ ചലിച്ചപ്പോൾ പ്രഭുവിന് വിശപ്പും ദാഹവും ഉണ്ടായി. കുടിക്കാനും ഭക്ഷിക്കാനുമുള്ള ആഗ്രഹമുണ്ടായപ്പോൾ ആ ദേവന് ആദ്യത്തെ മുഖമുണ്ടായി. മുഖതസ്ഥാലു നിർഭിന്നം ജിഹ്വാ തത്രോപജായതേ തതോ നാനാരസോ ജജ്ഞി ജിഹ്വയായോധിഗമ്യതേ. ആ മുഖത്ത് ഇന്ദ്രിയത്തിന് അധിഷ്ഠാനമായ താലു ഉണ്ടായി. അതിൽ ജിഹ്വ എന്ന അവയവമുണ്ടായി. അതിന് അധ്യാത്മം എന്നു പേര്. ജിഹ്വയിൽ നാനാവിധമായ രസമുണ്ടായി. പിന്നെ രസദേവതയായ വരുണൻ ഉണ്ടായി. ഒന്നും കൂടി വിവരിച്ചിട്ട് പറയാം. ഭഗവാന്റെ മുഖത്ത് ആദ്യം അധിഷ്ഠാനമായ താലു ഉണ്ടായി. താലു എന്നാൽ അണ്ണാക്ക് അല്ലെങ്കിൽ തൊണ്ട. അതിൽ നിന്ന് ജിഹ്വ എന്ന ഇന്ദ്രിയമുണ്ടായി. ഇതിൽ നിന്നും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ നാനാവിധമായ രസമുണ്ടായി. കടു, അമ്ളം, മധുരം, തിക്തം, കഷായം, ക്ഷാരം എന്നിങ്ങനെ രസം 6 വിധം. പിന്നെ രസത്തിൻ്റെ ദേവതയായ വരുണൻ ഉണ്ടായി. ആദ്യമുണ്ടായ അധിഷ്ഠാനത്തെ അധ്യാത്മമെന്നും അതിലുണ്ടായ ഇന്ദ്രിയത്തെ അതിഭൂതമെന്നും ഇന്ദ്രിയ ദേവതയെ അതിദൈവമെന്നും പറയുന്നു. അതായത് താലു അധിഷ്ഠാനം, നാവ് ഇന്ദ്രിയം, രസം ഇന്ദ്രിയ വിഷയം, വരുണൻ ഇന്ദ്രിയ ദേവത. ഈ ക്രമത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഇനി വരും. ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.